+2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റ് പ്രകാരം നമുക്ക് ABCID DEB ID നമുക്ക് 2 ഐഡികളുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ABCID എന്താണെന്ന് നോക്കാം. അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്നതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഏതൊക്കെ സബ്ജക്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിന് എന്തൊക്കെ ജോബ് കിട്ടും എന്നൊക്കെ അറിയാത്ത സ്റ്റുഡൻസിന് നമ്മുടെ ആദിൽ സാർ കണ്ടക്ട് ചെയ്യുന്ന ഡിഗ്രിയുടെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ്. ഫ്രീ ക്ലാസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ABCID എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഈയിടെയായിട്ടായിരിക്കും നിങ്ങൾ കൂടുതൽ, ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 1 ഇയർ മുന്നേ ആയിരിക്കും നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവുക ABCID എന്നത്. ഓക്കെ, അപ്പോൾ ഈ ABCID എന്ന് പറയുന്നത് നമുക്ക് +2 കഴിഞ്ഞ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനാണെങ്കിലും, +2 കഴിഞ്ഞ സ്റ്റുഡൻസിനാണെങ്കിലും, ഡിഗ്രി റെഗുലർ ആയിട്ട് എടുക്കുന്നവരാണെങ്കിലും, ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നവരാണെങ്കിലും, ഏത് സ്റ്റുഡൻസിനാണെങ്കിലും നമുക്ക് ABCID എന്ന് പറയുന്നത് നമുക്ക് നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യേണ്ട ഒരു ID തന്നെയാണ്. അപ്പോൾ ഈ ABCIDന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അക്കാഡമിക് ബാങ്ക് ക്രെഡിറ്റ് എന്നാണ്. ഓക്കെ, ABCIDന്റെ ഫുൾ ഫോം അക്കാഡമിക് ബാങ്ക് ക്രെഡിറ്റ് എന്നാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ABCID യൂസ് ചെയ്യുന്നത് കുറേ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഭാവിയിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ യൂണിവേഴ്സിറ്റി മാറ്റേണ്ടതോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ABCID യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ABCID എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ABCID നിങ്ങൾ നിർബന്ധമായിട്ട് ക്രിയേറ്റ് ചെയ്യുക, അത് കീപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ABCID ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പം ABCID എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, ഗൂഗിളൊക്കെ ചെയ്താൽ മതി. ഗൂഗിളൊക്കെ ചെയ്താൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ID തന്നെയാണ് ABCID എന്ന് പറയുന്നത്. പിന്നെ ABCID നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആധാറായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ABCID ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ നമ്പറിലേക്കാണ്, ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പറിലേക്കാണ് നിങ്ങൾക്ക് OTP വരുന്നത്. അപ്പോൾ ആധാർ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ലിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ABCID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് അറിയാമായിരിക്കും. ഓക്കെ, ABCID ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാനും എല്ലാത്തിനും സാധിക്കുള്ളൂ. വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ID തന്നെയാണ് ABCID എന്ന് പറയുന്നത്. നമ്മുടെ ആധാർ പോലെ തന്നെ യൂണീക്ക് ആയിട്ടുള്ള ഒരു ID തന്നെയാണ്. ഒരു സ്റ്റുഡൻസിന് ഒരു ID, ഒരു സ്റ്റുഡൻറ്റിന് ഒരു ID മാത്രമേ നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ആധാർ പോലെ തന്നെ ഒരു ID തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതെന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ടും അത് നിങ്ങൾ കീപ്പ് ചെയ്യുക. ഓക്കെ, ക്രിയേറ്റ് ചെയ്തിട്ട് അതെന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനോ അല്ലാന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷനായിട്ട് ഫ്യൂച്ചറിൽ എന്തെങ്കിലും എഡ്യൂക്കേഷനായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ABCID നിർബന്ധമാണ്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പം തന്നെ നമ്മളത് ക്രിയേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ABCID എന്ന് പറയുന്നത്.
ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മളെ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. അവരുടെ ഈ സർവീസോ ABCID എല്ലാം നമ്മൾ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തു തരും. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് പുറത്തുള്ള സ്റ്റുഡൻസിൻ്റെ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവരെന്തായാലും നിർബന്ധമായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ABCID എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ DBIDയുടെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. ഈ ABCIDയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.